ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ധാരാളം പോഷകങ്ങളുള്ള കെമിക്കൽസ് ഒന്നുമില്ലാത്ത ഒരു തോരനാണ്. വീട്ടിൽ പയറ് ചെടി ഉണ്ടെങ്കിൽ പയറുതോരൻ മാത്രമല്ല ഇലയും കൂടി തോരനായിട്ടുണ്ടാക്കാം. സ്ഥലമില്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ പയർ വിത്ത് വെതറിയിട്ട് ഇടയ്ക്ക് തോരൻ വയ്ക്കാനുള്ള ഇല എടുക്കാം. ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇല ഇങ്ങനെ മുറിച്ചെടുത്തു, കഴുകി വെച്ചതാണ്. ഇളം തണ്ടുകളുമുണ്ട്, ഇത്തിരി മൂപ്പുള്ള ഇലകളുമുണ്ട്. കേടൊന്നുമില്ലാത്ത നല്ല ഇലയാണ്. ഇത്ര ഇലകൾ എടുത്തിട്ടുണ്ട്. തണ്ടിന്ന് പൊട്ടിച്ചെടുത്തിട്ട് നുറുക്കാം. ഒരു ബൗൾ നിറയെ ഇലകൾ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ചീരത്തോരന് അരിയണ പോലെ അരിഞ്ഞെടുക്കാം. ഇനി ചതയ്ക്കാൻ വേണ്ടതാണ്. കുഞ്ഞുള്ളി 20-25 തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി, 4 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി. ഇത് മൂന്നും കൂടി ചതച്ചെടുക്കണം. കുറച്ച് ഇലകൾ എടുത്തിട്ട് കൂട്ടി പിടിച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത്രയ്ക്ക് ഇലകളുണ്ടെങ്കിലും ഒരു ആവി തട്ടുമ്പോഴത്തേക്കും ചുരുങ്ങി വരും. എല്ലാം കനം കുറച്ച് നീളത്തിലരിഞ്ഞു. ആദ്യം തന്നെ ഇല കഴുകിയതുകൊണ്ട് ഇനി കഴുകണ്ട. അല്ലെങ്കിൽ ഇലക്കറികൾ നുറുക്കണതിന് മുമ്പ് കഴുകിയെടുത്താൽ പോഷകങ്ങൾ പോവില്ല എന്ന് പറയും. മിക്സിയിലേക്ക് 1 മുറി നാളികേരം ചതയ്ക്കാനാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജീരകം 1 ടീസ്പൂൺ വേണം. ഇനി ചതച്ചെടുക്കാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇത് മൂന്നും കൂടി ചതച്ചെടുത്തത്. പൊട്ടുകടല 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നാളികേരവും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ചതച്ച് വെച്ചത്. ഇത് 3 എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി വേഗം ആയിക്കോളും. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്തു വെച്ച പൊട്ടുകടല ഇതൊന്ന് ചൂടായി വരണം. ഇനി ഫ്ലെയിം കുറയ്ക്കാം. ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. 4 ചുവന്ന മുളക് കഷ്ണാക്കിയതിടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയും കൂടി കല്ലിൽ ചതച്ചെടുത്തതാണ്. ഇത് നല്ലോണം മൂക്കണം. സാധാരണ തോരനിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാറില്ല. ഈ തോരനിൽ ഇതിടുന്നത് ചില ഇലകൾക്ക് ചെറിയ കയ്പ്പരസം ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സ്പൈസി ആക്കണേ. വഴറ്റിയിട്ട് നിറമൊക്കെ മാറി വെന്ത് വഴന്ന മണം വരണം. 2-3 മിനിറ്റ് വേണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തതുകൊണ്ട് അടി തട്ടി നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ പാകത്തിന് വഴന്നിട്ടുണ്ട്. നാളികേരവും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ചതച്ചതിടാം. പയറില തോരന് കൂടെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് സാധാരണ തോരനുള്ളതിനേക്കാളും കൂടുതൽ അളവിൽ വേണം. അപ്പോഴാണ് കൂടുതൽ സ്വാദ്. നാളികേരം ഒന്ന് ചൂടായി കഴിഞ്ഞു. ഇനി ഇലകൾ ചേർക്കാം. പതുക്കെ ഇളക്കി ചേർക്കുമ്പോഴത്തേക്കും ഒതുങ്ങി വന്നോളും. എല്ലായിടത്തേക്കും സ്പൈസസ് ആവണ പോലെ ഇളക്കാം. ചിലർ ഇത്തിരി വെള്ളം കുടയാറുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ഇല കഴുകിയപ്പോഴത്തെ ഇത്തിരി വെള്ളമായുണ്ട്. അത്രയ്ക്ക് മതി, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഉള്ളിൽ നിന്നുള്ള ആവി തട്ടിയിട്ട് വെന്ത് വന്നോളും. ലോ ഫ്ലെയിമിൽ തന്നെ 2-3 മിനിറ്റ് മാത്രം. ഇടയ്ക്കൊന്ന് ഇളക്കുകയും ചെയ്യാം. അവസാനം മാത്രമേ ഇലക്കറികളിൽ ഉപ്പ് ചേർക്കുള്ളൂ. അതാണ് പോഷകങ്ങൾ പോവാണ്ടിരിക്കാൻ നല്ലത്. അതുപോലെ സാധാരണ പച്ചക്കറികളിൽ ചേർക്കണേക്കാളും ഇത്തിരി കുറവ് ഉപ്പ് മതി ഇലക്കറിയിൽ. ഉപ്പിട്ടിട്ട് ഇത്തിരി നേരം കൂടി ഇളക്കി കഴിഞ്ഞാൽ തോരൻ റെഡിയായി. ഓഫ് ചെയ്യാം. പയറിലത്തോരൻ കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ നല്ലതാണ്. ചൂടോടെ കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വേഗം കാണും. താങ്ക് യു.